ഹലോ എവ്രിബഡി. അങ്ങനെ ഇന്ന് നമ്മളെ കൈമിലുള്ളത് ഐഫോൺ 13 പ്രോ ബ്ലൂ. ഇത് ബ്ലൂ കളറാണ്. ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പേര് എവിടെ കാണുന്നില്ല ഇപ്പോൾ. എനിവേ ഇതാണ് ബ്ലൂ. ഇവരെ ഏറ്റവും ഫേമസ് കളറാണ്. ഇവരെ പരസ്യത്തിലെല്ലാം വന്ന ഒരു കളറാണ്. അതുകൊണ്ട് ഏറ്റവും മൂവിങ് കളർ ഇതാണ് ഇപ്പോഴത്തെ ഹൈപ്പ്. അപ്പോൾ തുറക്കണമെങ്കിൽ ഇവിടെ നമ്മൾ പറിച്ചാൽ മതി. പണ്ടത്തെ പോലെ കവറൊന്നുമില്ല. അപ്പോൾ നേരെ നമുക്ക് തുറക്കാം. 1 2 തുറന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഐഫോൺ 13 പ്രോ ബ്ലൂ കളർ. എന്താ ഭംഗി! സൈഡ്സ് കണ്ടാൽ നല്ല തിളങ്ങുന്ന സൈഡ്. അതാണ് പ്രോൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നല്ല ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക്, ഒരു മാറ്റ് ഫിനിഷ്. നല്ല നീല, നല്ല ഭംഗിയുള്ളത്. ഏറ്റവും മൂവിങ് കളറാണ് ഇപ്രാവശ്യത്തെ. സ്ക്രീൻ കവർ നമ്മൾ ഊരി. ഇതാണ് ഐഫോൺ 13 പ്രോ. ഡിസൈനെല്ലാം ഏകദേശം പണ്ടത്തെ പോലത്തെ അതേ ഡിസൈനാണ്. 12 പ്രോൻ്റെ അതേ ഡിസൈൻ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ലെൻസ് കുറച്ച് പൊന്തി തുള്ളുന്നുണ്ട് ഇപ്രാവശ്യം. കുറച്ചും കൂടിയും പുറത്തേക്ക് തുള്ളുന്നുണ്ട് ഈ ലെൻസ്, ക്യാമറ ലെൻസ്. അതല്ലാണ്ട് വേറെ ഫിസിക്കൽ വ്യത്യാസം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ കളറല്ലാണ്ട് ഈ കളർ 13 ഇറങ്ങിയതാണ്. 13 പ്രോന് സ്പെഷ്യൽ കളറാണിത്. നല്ല ഭംഗിയുള്ള കളർ. ഇതിൻ്റെ ഉള്ളിൽ ബോക്സിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ബോക്സിനുള്ളിൽ വരുന്നതാണ് ഒരു കേബിൾ. USB-C കേബിളാണ്. അവർ പവർ അഡാപ്റ്റർ ഒന്നും തരുന്നില്ല. ഈ സേവിങ് ദ എർത്ത് എന്നും പറഞ്ഞിട്ട് ഇവർ ആകെ തരുന്നതാണ് ഈ കേബിൾ. അപ്പോൾ നമ്മൾ ഈ 20 വാട്ട് പവർ അഡാപ്റ്റർ വാങ്ങണം വേറെ മാഗ്സേഫ് ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇയർഫോൺസ് ഒന്നല്ല. ഇതാക്കി നമ്മളെ സാധാരണ കാറ്റലോഗാണ്. പിന്നുണ്ട് സിം ട്രേ ഊരാൻ വേണ്ടിയിട്ട്. പിന്നെ സാധാരണ കാറ്റലോഗ്സ് സ്റ്റിക്കറും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ഐഫോണിൻ്റെ അൺബോക്സിങ്. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. എത്ര പവർ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പവർ ബട്ടൺ. ഈ സൈഡിൽ ഒരു പവർ ബട്ടൺ കാണുന്നുണ്ട്. ഈ സൈഡിലാണെങ്കിൽ വോളിയൂമിൻ്റെ ബട്ടൺ, മ്യൂട്ട് ബട്ടൺ, വോളിയൂം ഹൈ ലോ, പിന്നെ സിം കാർഡ് ട്രേൻ്റെ ഒരു സിം ട്രേ ഉണ്ട്. ഈ സൈഡിൽ നമ്മളെ ചാർജിങ് ഡോക്ക് ഉണ്ട്. പിന്നെ വയർഡ് ലൈറ്റ്നിങ് കണക്ടർ ഉണ്ട്, സ്പീക്കേഴ്സ്, മൈക്ക്. അപ്പോൾ ഇത് പവർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം അമർത്തിയാണ്. ഓണായിട്ടുണ്ട്. ഹലോ. അങ്ങനെ പല ഭാഷയിൽ ഹെല്ലോ പറയും. സ്വൈപ്പ് ചെയ്യാൻ മേപ്പട്ടേക്ക് ഇംഗ്ലീഷ്. പിന്നെ റീജിയൻ. അപ്പോൾ നമ്മളിവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റീജിയൻ എടുക്കണം. ക്വിക്ക് സ്റ്റാർട്ട് ഉണ്ട്. നമ്മളെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ അതിൻ്റെ അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ആ പഴയ ഫോണിൽ മുന്നോട്ട് വരുമ്പോൾ തന്നെ ആ ഓപ്ഷൻ വരുന്നുണ്ട് സെറ്റപ്പ് ന്യൂ ഫോൺ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇതങ്ങ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ പാസ്വേഡ് അടിക്കണം. ഇറ്റ് വിൽ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു ആക്ടിവേറ്റ് യുവർ ഐഫോൺ എന്ന് പറയുന്നുണ്ട്. ഫേസ് ID രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫേസ് ID രജിസ്റ്റർ ചെയ്യാം. ഫേസ് ഐഡിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ എന്ത് സെറ്റപ്പ് എന്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മൾ എവറിത്തിങ് ആസ് ഇറ്റ് ഈസ് കേട്ടോ. ഇത് വേണ്ട, സിരി ഇംഗ്ലീഷ് വോയിസ് സെലക്ട് ചെയ്യണം സിരിൻ്റെ. You can change it later in settings. Hi, I'm Siri. Hi, I'm Siri. Hi, I'm Siri. Choose the voice you'd like me to. Hi, I'm Siri. Choose the voice you'd like. Hi, I'm Siri. Hi, I'm Siri. Hi, I'm Siri. Choose the. Hey Siri. Hey Siri, send a message. പാസ്സായിട്ടുണ്ട്. Hey Siri, how's the weather today? Hey Siri, set a timer for 3 minutes. Hey Siri, play some music. ഇതാണ് Siri setting. Okay. ഉണ്ട്. ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ, അഗ്രി. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്.